ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജേണൽ എൻട്രിയുടെ കണ്ടിന്യൂഷനാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ മെയിനായിട്ടും നമ്മൾ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ക്യാഷ് ഡിസ്കൗണ്ടും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ റിട്ടേൺ ഓഫ് ഗുഡ്സും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാഷ് ഡിസ്കൗണ്ടിലോട്ട് പോകാം. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ വരാം. അതായത് നമ്മൾ ഇപ്പോൾ ബിസിനസ് ഒന്ന് സെയിൽസ് നടത്തി, അതായത് ക്രെഡിറ്റ് സെയിൽസ് നടത്തി. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ സാധനങ്ങൾ മറ്റൊരാൾക്ക് വിറ്റ് കഴിഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ 100 രൂപക്ക് വിറ്റു എന്ന് വിചാരിക്കുക. ഇനി അവർ എമൗണ്ട് തരുന്ന സമയത്ത് ബിസിനസ് പറയുകയാണ് 80 രൂപ തന്നാൽ മതി. 100 രൂപക്കാണ് സാധനങ്ങൾ വിറ്റത്, 80 രൂപ തന്നാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ബാക്കി 20 രൂപ എന്ന് പറയുന്നത് അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ്. അതിനെ നമ്മൾ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയും. ഓക്കെ, ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. 100 രൂപ ബിസിനസ്സിലേക്ക് തരാനുണ്ട്, പക്ഷേ 80 രൂപ മതി എന്ന് പറഞ്ഞു. അപ്പോൾ 80 രൂപയാണ് ബിസിനസ്സിലേക്ക് കിട്ടുക. ബാക്കി 20 രൂപ എന്ന് പറയുന്നത് ബിസിനസ് അങ്ങോട്ട് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ്, ഡിസ്കൗണ്ട് അലൗഡ് ആണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് ഡിസ്കൗണ്ട് അലൗഡ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബിസിനസ് ഒരു 200 രൂപക്ക് പർച്ചേസ് നടത്തി. ബിസിനസ് ഒരാളുടെ കയ്യിൽ നിന്ന് 200 രൂപക്ക് പർച്ചേസ് നടത്തി. എന്താണ്, ക്രെഡിറ്റ് പർച്ചേസ് ആണ്. പിന്നീട് നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ അവർ പറയാണ് 200 രൂപ തരണ്ട, ഒരു 150 റുപ്പീസ് അവർക്ക് കൊടുത്താൽ മതി. ഓക്കെ, 200 രൂപ നമ്മൾ കൊടുക്കാനുണ്ട്, ബിസിനസ് അങ്ങോട്ട് കൊടുക്കാനുണ്ട്. പക്ഷേ അവർ പറയാണ് 200 രൂപ തരേണ്ട ആവശ്യമില്ല, 150 രൂപ തന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചാൽ ബിസിനസ് അങ്ങോട്ട് 150 രൂപ കൊടുത്താൽ മതി. ബാക്കി 50 രൂപ എന്ന് പറയുന്നത് ബിസിനസ്സിന് കിട്ടുന്ന ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. അതായത് ബിസിനസ്സിലേക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് ആ 50 രൂപ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് അലൗഡും ഉണ്ട്, ഡിസ്കൗണ്ട് റിസീവ്ഡും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ക്യാഷ് ഡിസ്കൗണ്ടിൽ മെയിനായിട്ട് വരുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ ജേണൽ എൻട്രി ആയിട്ട് എഴുതുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം, ഞാനിവിടെ ഒരു 4 ട്രാൻസാക്ഷൻസ് എഴുതിയിട്ടുണ്ട്. നോക്കാം, ഒന്ന് റിസീവ്ഡ് ഗുഡ്സ് ഫ്രം മധു ഫോർ ₹8,000. റിസീവ്ഡ് ഗുഡ്സ് ഫ്രം മധു ഫോർ ₹8,000. ഇവിടെ നോക്കുക, ഫോർ ക്യാഷ് എന്നില്ലാത്തത് കൊണ്ട് ഇതെന്തായിരിക്കും? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. ഫോർ ക്യാഷ് എന്ന് പറയാത്തത് കൊണ്ട് ഇത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. ഇനി നോക്കി, ഇത് ക്രെഡിറ്റ് പർച്ചേസ് ആണോ ക്രെഡിറ്റ് സെയിൽസ് ആണോ നോക്കി. റിസീവ്ഡ് ഗുഡ്സ് ഫ്രം മധുവിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം മധുവിന്റെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തു. മധുവിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഫോർ ക്യാഷ് എന്ന് പറയുന്നില്ല, ഇത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം മധുവിന്റെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്താൽ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യണം? ക്യാഷ് കൊടുക്കണം. പക്ഷെ ക്യാഷ് കൊടുത്തിട്ടില്ല. ഇനി ഇതിന്റെ ജേണൽ എൻട്രി എങ്ങനെയാ സാധാരണ വരിക? നമ്മൾ പറഞ്ഞു ഇത് പർച്ചേസ് ആണ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ എക്സ്പെൻസ് ആണ്. നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസിനാണ് ഇമ്പോർട്ടൻസ്. അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അസറ്റിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്, പർച്ചേസ് ആണ് നടക്കുന്നത്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എക്സ്പെൻസ് കൂടും. എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ കൂടുന്ന എക്സ്പെൻസിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് ആണ്. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് പോകുന്നില്ല, അല്ലേ? ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ടു ക്യാഷ് എന്ന് വരും. ക്യാഷ് പോകുന്നില്ല, പകരം നമ്മൾ എന്താണ്? ക്യാഷ് കൊടുക്കാനുണ്ട്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. മധു എന്ന് പറയുന്നത് നമ്മുടെ ലയബിലിറ്റിയാണ്. നമ്മൾ അങ്ങോട്ട്, അതായത് ബിസിനസ് അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ആളാണ് മധു എന്ന് പറയുന്നത്. ബിസിനസിന്റെ ലയബിലിറ്റിയാണ് മധു. അപ്പോൾ ശരിക്കും ഈ ഒരു ക്രെഡിറ്റ് പർച്ചേസ് നടക്കുന്ന സമയത്ത് നമ്മുടെ ലയബിലിറ്റി കൂടുകയാണ്. ലയബിലിറ്റി കൂടുന്നുണ്ടെങ്കിൽ ആ കൂടുന്ന ലയബിലിറ്റി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റി കൂടുന്ന സമയത്ത് അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടുത്തെ ലയബിലിറ്റി എന്ന് പറയുന്നത് ആരാണ്? മധു ആണ് ഇവിടുത്തെ ലയബിലിറ്റി. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു മധു എന്നുള്ളതാണ് നോർമൽ ക്രെഡിറ്റ് പർച്ചേസിന്റെ എന്താണ്? ജേണൽ എൻട്രി ആണ് നമ്മുടെ എൻട്രി ആയിട്ട് വരിക. അപ്പം പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു മധു എത്ര രൂപയാണ് പർച്ചേസ് നടത്തിയത്? 8,000 രൂപയാണ് പർച്ചേസ് നടത്തിയത്. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ആയി. ഇനി രണ്ടാമത്തെ നോക്കി, സോൾഡ് ഗുഡ്സ് ടു റാം ഫോർ ₹5,000. റാമിന് എന്താണ്? 5,000 രൂപയുടെ ഗുഡ്സ് സോൾഡ് ചെയ്തു.
ഇവിടെയും ഫോർ ക്യാഷ് എന്ന് പറയുന്നില്ല, ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. സോൾഡ് ഗുഡ്സ് എന്നാണ് പറഞ്ഞപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ക്രെഡിറ്റ് സെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരാളുടെ പേര് തന്നിട്ടുണ്ട്. ഇനി നോക്കാം, സാധാരണ സെയിൽസ് നടക്കുന്ന സമയത്ത് ക്യാഷ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അപ് ടു സെയിൽസ് എന്നുള്ളതാണ് നമ്മളെ ജേർണൽ എൻട്രി വരിക. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ക്യാഷ് റിസീവ് ചെയ്യുന്നില്ല. പകരം നമ്മൾ ഒരാൾക്ക് റാമിന് 5000 രൂപയുടെ സാധനങ്ങൾ വിറ്റു എന്ന് പറയുമ്പോൾ റാം എന്ന് പറയുന്ന വ്യക്തി അവിടെ നമ്മുടെ ബിസിനസിന്റെ ഡെപ്റ്റർ ആണ്. ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള ആളാണ് റാം. അപ്പോൾ ബിസിനസിന്റെ ഡെപ്റ്റർ ആണ് റാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ അസറ്റ് ആണ്. അപ്പോൾ റാമിന് സാധനങ്ങൾ വിൽക്കുന്ന 5000 രൂപയ്ക്ക് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് റാം എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ബിസിനസിന്റെ ഡെപ്റ്റർ ആണ്. അപ്പോൾ ഡെപ്റ്ററിന്റെ എമൗണ്ട് കൂടും. അപ്പോൾ അതിനർത്ഥം നമ്മുടെ അസറ്റ് കൂടും. അസറ്റ് കൂടുമ്പോൾ അസറ്റിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. നമ്മുടെ ഇവിടുത്തെ അസറ്റ് ആരാണ്, റാം എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ ഇവിടുത്തെ അസറ്റ്. അപ്പോൾ റാം അക്കൗണ്ട് അപ്റ്റർ ടു, ഇവിടെ എന്താണ് നടക്കുന്നത്, ഗുഡ്സ് ആണ് സോൾഡ് ചെയ്യുന്നത്, സെയിൽസ് ആണ് നടക്കുന്നത്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഇൻകം ആണ്. സെയിൽസ് കൂടുമ്പോൾ ഇൻകം കൂടും. ഇൻകം കൂടിയ ഇൻകത്തിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇവിടുത്തെ ഇൻകം എന്താണ്, സെയിൽസ് ആണ്. അപ്പോൾ എന്ത് വരും, റാം അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്. എത്ര രൂപക്കാണ് നടത്തിയത്, 5000 രൂപക്കാണ് ക്രെഡിറ്റ് സെയിൽ നടത്തിയത്. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽസും ആണ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കൗണ്ടിലോട്ട് വരാം. നോക്കാം, മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. പെയ്ഡ് മധു ക്യാഷ് ₹7,500, ഡിസ്കൗണ്ട് അലൗഡ് ബൈ ഹിം ₹500. മധുവിന് ക്യാഷ് കൊടുത്തു, 7,500 മധുവിന് ക്യാഷ് കൊടുത്തു. മധു എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ലയബിലിറ്റിയാണ്. 8000 രൂപ കൊടുക്കാനുള്ള ബിസിനസിന്റെ ലയബിലിറ്റിയാണ് മധു, അല്ലേ? ലയബിലിറ്റി കൂടുന്നത് കൊണ്ടാണ് മധുവിനെ നമ്മൾ എന്ത് ചെയ്തത്, 8000 രൂപ കൊടുത്ത് ക്രെഡിറ്റ് ചെയ്തത്. അപ്പൊ മധു എന്ന് പറയുന്നൊക്കെ 8000 രൂപ കൊടുക്കാനുണ്ട്. 7500 കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ലയബിലിറ്റി എന്താവും, 8000 രൂപ കൊടുക്കാനുള്ള നമ്മുടെ ലയബിലിറ്റിയാണ് മധു. ഓക്കെ, മധുവിനെ നമ്മൾ 7500 രൂപ കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ലയബിലിറ്റി എന്താവും, കുറയും. നമ്മുടെ ലയബിലിറ്റി കൂടുന്ന സമയത്ത് നമ്മുടെ ലയബിലിറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അപ്പം ലയബിലിറ്റി കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലയബിലിറ്റിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പം ആരാണ് നമ്മുടെ ലയബിലിറ്റി, മധു എന്നുള്ളതാണ് നമ്മുടെ ലയബിലിറ്റി. അപ്പോൾ ലയബിലിറ്റി കുറയുമ്പോൾ ലയബിലിറ്റിനെ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ആരെ ഡെബിറ്റ് ചെയ്യണം, മധുവിനെ ഡെബിറ്റ് ചെയ്യണം. മധു അക്കൗണ്ട് അപ്റ്റർ. ഇനി നോക്കാം, പെയ്ഡ് മധു ക്യാഷ് ₹7,500. മധുവിന് ക്യാഷ് ആയിട്ട് നമ്മൾ എത്ര കൊടുക്കുന്നു, 7,500 കൊടുക്കുന്നു. അപ്പം നമ്മുടെ ബിസിനസ് ക്യാഷ് കൊടുക്കുന്ന സമയത്ത് ക്യാഷ് കുറയും. ക്യാഷ് കുറഞ്ഞാൽ അസറ്റ് കുറയും. അസറ്റ് കുറഞ്ഞാൽ കുറയുന്ന അസറ്റിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് പോയാൽ ക്യാഷിനെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ടു ക്യാഷ്. ഇനി നോക്കാം, മധുവിന് എത്ര രൂപയുടെ നമ്മൾ മധുവിന് കൊടുക്കാനുള്ളത് എത്ര രൂപയായിരുന്നു, 8000 രൂപയായിരുന്നു. 8000 രൂപയാണ് മധുവിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തത്. അതേ 8000 തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, മധുവിൻ്റെ അക്കൗണ്ടിൽ എത്ര തന്നെ കാണിക്കണം, 8000 രൂപ തന്നെ കാണിക്കണം. മധു എന്ന് പറഞ്ഞാൽ നമ്മൾ 8000 രൂപയാണ് ലയബിലിറ്റി കാണിച്ചിട്ടുള്ളത്. അതേ 8000 തന്നെ ആയിരിക്കണം നമ്മൾ മധുവിൻ്റെ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. കാരണം മധുവിന് 8000 രൂപ കൊടുക്കാനുണ്ട്. ഇനി ശരിക്കും നമ്മൾ ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയെ കൊടുക്കുന്നുള്ളൂ, പെയ്ഡ് മധു ക്യാഷ് ₹7,500. 7,500 മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ കൊടുക്കുന്നുള്ളൂ. മധുവിൻ്റെ കയ്യിൽ നമ്മൾ ക്യാഷ് ആയിട്ട് 7,500 മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ടു ക്യാഷ് എന്ന് പറഞ്ഞ് 7,500 കാണിക്കാം. ഇനി നോക്കാം, നമ്മൾ പറഞ്ഞു ജേർണലിൽ ഡെബിറ്റും ക്രെഡിറ്റും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഡെബിറ്റിൽ 8000 ആണുള്ളത്, ക്രെഡിറ്റിൽ 7,500 ഉള്ളൂ. ഒരു 500ന്റെ ഡിഫറൻസ് ഉണ്ടല്ലേ. അപ്പം അത് നോക്കാം, നമ്മൾ മധുവിന് ഇവിടെ പറയുന്ന നോക്കിയേ, ഡിസ്കൗണ്ട് അലൗഡ് ബൈ ഹിം 500. അതായത് മധു നമ്മളോട് പറയാണ് എന്താണ്, 7,500 തന്നാൽ മതി. ആണ് ഇതിനർത്ഥം. ഡിസ്കൗണ്ട് അലൗഡ് ബൈ ഹിം, മധു നമുക്ക് തന്ന ഡിസ്കൗണ്ട് ആണ് 500 രൂപ. മധു നമുക്ക് ബിസിനസ്സിലേക്ക് തന്ന അലോ ചെയ്ത ഡിസ്കൗണ്ട് ആണ് 500 രൂപ. അപ്പൊ ബിസിനസ്സിനെ വെച്ച് നോക്കുമ്പോൾ ബിസിനസ്സിന് അത് ഡിസ്കൗണ്ട് അലൗഡ് ആണോ, ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണോ? ശ്രദ്ധിക്കുക, ബിസിനസ് 8000 രൂപ കൊടുക്കാനുണ്ട്. പക്ഷേ ആ കൊടുക്കാനുള്ള വ്യക്തി അല്ലെങ്കിൽ അത് എന്താണ്, നമ്മൾ ആർക്കാണോ കൊടുക്കാനുള്ളത് ആ വ്യക്തി നമ്മളോട് പറയാണ് 8000 തരണ്ട. ഇവിടെ മധുവിനാണ് 8000 രൂപ കൊടുക്കാനുള്ളത്.
അത് പറയാണ് 7,500 തന്നാൽ മതി, 500 ഡിസ്കൗണ്ട് ആണ്, അതുകൊണ്ട് നിങ്ങൾ 7,500 എനിക്ക് തന്നാൽ മതി. അപ്പോൾ ബിസിനസ് 7,500 കൊടുത്താൽ മതി. ബാക്കി 500 രൂപ എന്ന് പറയുന്നത് ബിസിനസ്സിന് കിട്ടുന്ന ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ബിസിനസ്സിന് കിട്ടുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് ബാക്കി 500 രൂപ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡിസ്കൗണ്ട് അലൗഡ് ബൈ ഹിം എന്ന് പറഞ്ഞാൽ ഇവിടെ മധു തരുന്ന ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് അത് വരുന്ന സമയത്ത് ബിസിനസ്സിന് കിട്ടുന്ന ഡിസ്കൗണ്ട് ആണ്, ബിസിനസ്സിലേക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് ആണ്. അതുകൊണ്ട് ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നാണ് വരിക. ഡിസ്കൗണ്ട് റിസീവ്ഡ്, കാരണം ബിസിനസ് അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള 8,000 രൂപ കൊടുക്കാനുണ്ട്, 7,500 കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ ബാക്കി 500 രൂപ ബിസിനസ്സിന് കിട്ടുന്ന ഡിസ്കൗണ്ട് ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് എത്ര? 500 രൂപ. ഓക്കെ, അപ്പോൾ ഈ 500 രൂപ ഡിസ്കൗണ്ട് കിട്ടി ബിസിനസ്സിന്, ക്യാഷായിട്ട് 7,500 കൊടുക്കുന്നുള്ളൂ. മധുവിൻ്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുകയാണ്, 8,000 രൂപ അവിടെ സെറ്റിൽ ചെയ്യുകയാണ്. ഇനിയൊന്നും എന്താണ്, ബാക്കിയൊന്നും ചെയ്യാനില്ല. ഓക്കെ, ഇനി 4ാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. റിസീവ്ഡ് ക്യാഷ് ഫ്രം റാം. അതായത് റാം നമുക്ക് ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുള്ള ഒരു വ്യക്തിയാണ് റാം എന്ന് പറയുന്നത്. എത്രയാണ് തരാനുള്ളത്? 5,000 രൂപയാണ് റാം നമുക്ക് തരാനുള്ളത്. ഓക്കെ, 5,000 രൂപയാണ് റാം തരാനുള്ളത്. റിസീവ്ഡ് ക്യാഷ് ഫ്രം റാം ₹4,750. റാമിന്റെ കയ്യിൽ നിന്നും ശരിക്കും നമുക്ക് റിസീവ് ചെയ്യുന്നത് എത്രയാണ്? 4,750 രൂപയാണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്ത്, ക്യാഷ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് വന്നാൽ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് പോയാൽ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് വന്നാൽ ക്യാഷിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ് നമുക്ക് റിസീവ് ചെയ്യുന്ന ക്യാഷ്? 4,750 ആണ് നമുക്ക് റിസീവ് ചെയ്യുന്ന ക്യാഷ്. 4,750 ആണ് നമുക്ക് റിസീവ് ചെയ്യുന്നത്. ഇനി നോക്കാം, ഇൻ ഫുൾ സെറ്റിൽമെന്റ് ഓഫ് ഹിസ് അക്കൗണ്ട്. അതായത് 5,000ന്റെ അക്കൗണ്ടും സെറ്റിൽ ചെയ്യുകയാണ് അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുകയാണ്. 4,750 ആണ് നമുക്ക് റിസീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി റാമിന്റെ അക്കൗണ്ടിൽ ശരിക്കും നമ്മൾ എത്രയാണ് കാണിക്കേണ്ടത്? റാം ശരിക്കും തരാനുള്ളത് 5,000 രൂപയാണ്. റാമിന്റെ അക്കൗണ്ട് ഫുൾ സെറ്റിൽ ചെയ്തതായിട്ട് നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ ഫുൾ സെറ്റിൽ ചെയ്തതായിട്ട് കാണിക്കുമ്പോൾ റാമിന്റെ അക്കൗണ്ടിലോട്ട് എത്ര തന്നെ ക്രെഡിറ്റ് ചെയ്യണം? 5,000 തന്നെ ക്രെഡിറ്റ് ചെയ്യണം. കാരണം റാം എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ അസറ്റ് ആണ്, നമുക്ക് പൈസ തരാനുള്ളതാണ് 5,000. റാം ആ 4,750 തന്നതോടെ 5,000 തന്നതായിട്ട് നമ്മൾ കൂട്ടുവാണ്. അപ്പോൾ നമുക്ക് തരാനുള്ള അസറ്റ് എന്ത് ചെയ്തു? അവിടെ കുറഞ്ഞു. നമുക്ക് കിട്ടാനുള്ള അസറ്റ് ആയിരുന്നു അല്ലെങ്കിൽ കിട്ടാനുള്ള ഡെപ്റ്റേഴ്സ് ആയിരുന്നു റാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അസറ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്തത്? 5,000 രൂപ നമ്മൾ ഡെബിറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ 5,000 രൂപ തന്നു കഴിഞ്ഞാൽ അസറ്റ് കുറയും. അപ്പോൾ റാമിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ടു റാം എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ ഫുൾ സെറ്റിൽമെന്റ് ഓഫ് ഹിസ് അക്കൗണ്ട് എന്ന് പറയുന്നുണ്ട്. ഫുൾ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ റാം എത്ര തരാണ്ടായിരുന്നു? 5,000 തരാണ്ടോ? 5,000 തന്നതായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ട്രീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ റാം 5,000 തന്നെ കാണിക്കാം. റാം 5,000 തരാണ്ടായിരുന്നു, 5,000 തന്നതായിട്ട് കാണിക്കുന്നു. ഇനി നോക്കാം, ഡെബിറ്റിൽ 4,750 ഉള്ളൂ, ക്രെഡിറ്റിൽ 5,000 ഉണ്ട്. അപ്പോൾ ബാക്കി 250 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റാമിന് ബിസിനസ് അങ്ങോട്ട് കൊടുത്ത ഡിസ്കൗണ്ട് ആണ്. അതായത് റാം നമുക്ക് ബിസിനസ്സിലേക്ക് 5,000 രൂപ തരാണ്ട് റാമിനോട് പറയാണ്, നീ 4,750 തന്നാൽ മതി, ബാക്കി 250 രൂപ നിനക്ക് ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ബിസിനസ് അങ്ങോട്ട് കൊടുത്ത ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ അതിനെന്ത് പറയാം? ഡിസ്കൗണ്ട് അലൗഡ് എന്നാണ് പറയാം. നമ്മൾ ബിസിനസ് അങ്ങോട്ട് കൊടുക്കുന്ന ഡിസ്കൗണ്ടിന് ഡിസ്കൗണ്ട് അലൗഡ് എന്നാണ് പറയാം. അപ്പോൾ അത് എവിടെയായിരിക്കും വരേണ്ടത്? കാരണം ഇപ്പോൾ എവിടെയാണ് കുറവ്? എമൗണ്ട് ഡെബിറ്റിലാണ് കുറവ്. അപ്പോൾ എവിടെയായിരിക്കും വരേണ്ടത്? ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെപ്റ്റർ. എത്ര വരും? 250. അപ്പോൾ എന്താണ് എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 4,750, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെപ്റ്റർ 250, ടു റാം 5,000. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ബിസിനസ്സിലേക്ക് ക്യാഷ് തരാണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ടിന് ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയും. ബിസിനസ് അങ്ങോട്ട് കൊടുക്കാനുള്ള എമൗണ്ടിന് കിട്ടുന്ന ഡിസ്കൗണ്ട് ആണെങ്കിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് വരിക. അത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ക്രെഡിറ്റിലാണ് കാണിക്കുക, ഡിസ്കൗണ്ട് അലൗഡ് ഡെബിറ്റിലാണ് കാണിക്കുക. അപ്പോൾ ഇത് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റിട്ടേൺ ഓഫ് ഗുഡ്സ് ആണ്. റിട്ടേൺ ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 2 തരത്തിലുള്ള റിട്ടേൺ, ഒന്ന് പർച്ചേസ് റിട്ടേണും വരും, സെയിൽസ് റിട്ടേണും വരും. അപ്പോൾ നമ്മൾ സാധനങ്ങൾ നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് നടത്താം അല്ലെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് നടത്താറുണ്ട്.
ബിസിനസ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടത്തി ചിലപ്പോൾ ചില ഗുഡ്സ് ഡിഫക്റ്റീവ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ പർച്ചേസ് ചെയ്തത് അവർക്ക് തന്നെ ആ ഗുഡ്സ് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് നടത്തും. അതായത് നമ്മൾ ബിസിനസ്, നമ്മൾ എന്ന് പറയുന്നത് ബിസിനസ്സിനെയാണ് കേട്ടോ. അപ്പോൾ ബിസിനസ് എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ക്രെഡിറ്റ് സെയിൽസ്, അതായത് സാധനങ്ങൾ കടത്തിന് വിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഗുഡ്സിൽ എന്തെങ്കിലും ഡിഫക്റ്റീവ് ഉണ്ടെങ്കിൽ ആ വ്യക്തി ചിലപ്പോൾ ബിസിനസ്സിലേക്ക് തന്നെ എന്ത് ചെയ്യാം, അത് റിട്ടേൺ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത്. സെയിൽസ് റിട്ടേൺ നമ്മൾ റിട്ടേൺ ഇൻവാർഡ് എന്നും പർച്ചേസ് റിട്ടേൺ നമ്മൾ റിട്ടേൺ ഔട്ട്വാർഡ് എന്നും പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് സാധനങ്ങൾ വിറ്റു, ബിസിനസ്സിലേക്ക് തന്നെ തിരിച്ചു വരുന്ന റിട്ടേൺ ആണ് റിട്ടേൺ ഇൻവാർഡ് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ. ബിസിനസ്സിലേക്ക് തന്നെ അത് തിരിച്ചു വരികയാണ്. നമ്മൾ വിറ്റ സാധനം ബിസിനസ്സിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിനെ റിട്ടേൺ ഇൻവാർഡ് എന്ന് പറയും, അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ എന്ന് പറയും. ഇനി നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത സാധനം ഡിഫക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ പർച്ചേസ് ചെയ്തത് അവർക്ക് തന്നെ അത് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് റിട്ടേൺ ആണ്, അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വാർഡ്, പുറത്തേക്ക് പോകുന്ന റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് വരുന്ന റിട്ടേണും, പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നിന്ന് പുറത്തു പോകുന്ന റിട്ടേണും ആണ്. അപ്പോൾ പർച്ചേസ് റിട്ടേൺ റിട്ടേൺ ഔട്ട്വാർഡ് എന്നും സെയിൽസ് റിട്ടേൺ റിട്ടേൺ ഇൻവാർഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇനി നോക്കാം റിട്ടേൺ ഓഫ് ഗുഡ്സിന്റെ ജേർണൽ എൻട്രി എങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ നോക്കുക, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അമൽ ഫോർ ₹60,000. ഇത് ഓൾറെഡി നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്, ക്രെഡിറ്റ് പർച്ചേസിൻ്റെതാണ്. രണ്ടാമത്തത് സോൾഡ് ഗുഡ്സ് ടു ജയൻ ഫോർ ₹5,000, ക്രെഡിറ്റ് സെയിൽസിൻ്റെ ആണ്. അപ്പോൾ പറഞ്ഞേ ക്രെഡിറ്റ് പർച്ചേസിൻ്റെ ജേർണൽ എൻട്രി പറഞ്ഞേ. നമ്മൾ ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ പർച്ചേസിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് കൂടും. പർച്ചേസ് കൂടാന്ന് വെച്ചാൽ എക്സ്പെൻസ് കൂടും. എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്തിനെ ഡെബിറ്റ് ചെയ്യണം, പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു എന്താണ്, ടു ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല, പകരം എന്താണ് നമ്മൾ ഒരാൾക്ക് കൊടുക്കാണ്, നമ്മുടെ ലയബിലിറ്റി ആയിട്ടാണ് അവിടെ വരുന്നത്. അമൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ബിസിനസിന്റെ ലയബിലിറ്റി ആവുന്നത്. അമലിന്റെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്, അമലാണ് നമ്മുടെ ലയബിലിറ്റി. അപ്പോൾ നമ്മുടെ ലയബിലിറ്റി കൂടുന്നു. നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടത്തുന്ന സമയത്ത് നമ്മുടെ ലയബിലിറ്റി കൂടുന്നു. അപ്പോൾ ലയബിലിറ്റി കൂടുമ്പോൾ ആ ലയബിലിറ്റിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ആരെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, അമലാണ് നമ്മുടെ ലയബിലിറ്റി. പർച്ചേസ് അക്കൗണ്ട് അപ് ടു അമൽ. എത്ര രൂപ വരും, 60,000. ഓക്കെ, ഇനി രണ്ടാമത്തത് സോൾഡ് ഗുഡ്സ് ടു ജയൻ ഫോർ ₹5,000. ഇതും ക്യാഷിലല്ല, ക്യാഷ് ഒന്നും തന്നിട്ടില്ല, ഒരാളുടെ പേര് തന്നിട്ടുണ്ട്, ക്രെഡിറ്റ് സെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് ക്യാഷ് വരുന്നില്ല, പകരം ക്യാഷ് തരാനുള്ള ആളാണ് നമ്മുടെ ജയൻ എന്ന് പറഞ്ഞാൽ ഡെപ്റ്റർ ആണ്, നമ്മുടെ അസറ്റ് ആണ്. അപ്പോൾ അസറ്റ് കൂടും, ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ അസറ്റ് കൂടും. അസറ്റിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ആരെ ഡെബിറ്റ് ചെയ്യണം, ജയനാണ് നമ്മുടെ അസറ്റ്, ജയനെ ഡെബിറ്റ് ചെയ്യണം. ജയൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു എന്താണ് നടന്നത്, സെയിൽസ് ആണ് നടന്നത്. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം ആണ്. സെയിൽസ് നടക്കുമ്പോൾ നമ്മുടെ ഇൻകം കൂടും. ഇൻകം കൂടുമ്പോൾ ഇൻകത്തിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എന്തിനാ ക്രെഡിറ്റ് ചെയ്യണം, ഏതാണ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്, സെയിൽസ് ആണ്. അപ്പോൾ ജയൻ അക്കൗണ്ട് അപ് ടു സെയിൽസ് അക്കൗണ്ട് എത്ര വരും, 5,000. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നോക്കാം മൂന്നാമത്തെ, ഇവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഗുഡ്സ് വർത്ത് ₹2,000 were returned to അമൽ. അമൽ എന്ന് പറയുന്ന വ്യക്തിയായിട്ടുള്ള മുന്നത്തെ ട്രാൻസാക്ഷൻ നോക്കിയേ. അമലിന്റെ കയ്യിൽ നിന്ന് ബിസിനസ് പർച്ചേസ് ചെയ്തതാണ്, അമലിന്റെ കയ്യിൽ നിന്ന് ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയതാണ്, അമലിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു. ഗുഡ്സ് വർത്ത് ₹2,000, 60,000 രൂപക്ക് അമലിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു. 2,000 രൂപയുടെ ഗുഡ്സ് അമലിന് തന്നെ റിട്ടേൺ ചെയ്യുവാണ്. അമലിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്താണ് ചെയ്തത്, പർച്ചേസ് ആണ് ചെയ്തത്, അമലിന് തന്നെ നമ്മൾ റിട്ടേൺ ചെയ്യണം. 2,000 രൂപയുടെ ഗുഡ്സ് അമലിന് തന്നെ റിട്ടേൺ ചെയ്യണം. അപ്പം എന്ത് റിട്ടേൺ ആണത്, പർച്ചേസ് റിട്ടേൺ. അമലിന്റെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ആണ് ചെയ്തത്, അമലിന് തന്നെ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് റിട്ടേൺ ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, പർച്ചേസിന് നമ്മൾ പറഞ്ഞു ഡെബിറ്റ് ബാലൻസ് ആണ്, പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ബാലൻസ് ആണ്. പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് ആണ്, പർച്ചേസ് നമ്മൾ ഡെബിറ്റ് ചെയ്താൽ പർച്ചേസ് റിട്ടേൺ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. സെയിൽസ് നമ്മൾ ക്രെഡിറ്റ് ആണ് സാധാരണ ചെയ്യുക, സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് ആണ്, പർച്ചേസിന് നമ്മൾ എപ്പോഴും ഡെബിറ്റ് ആണ് ചെയ്യുക, പർച്ചേസ് റിട്ടേൺ എന്ത് ചെയ്യണം, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. സെയിൽസിന് നമ്മൾ എന്താണ് ചെയ്യുക, ക്രെഡിറ്റ് ആണ് ചെയ്യുക, സെയിൽസ് റിട്ടേൺ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം.
അപ്പൊ നോക്കിയേ, അപ്പോൾ ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്യുമ്പോൾ അത് ഡെബിറ്റ്, നമ്മൾ പറഞ്ഞു ഡെബിറ്റ് ബാലൻസ് ആണ്, എക്സ്പെൻസ് കൂടുകയാണ്. ഇനി നമ്മൾ പർച്ചേസ് ചെയ്തതിൽ നിന്ന് നമ്മൾ 2000 രൂപയുടെ ഗുഡ്സ് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എക്സ്പെൻസ് കുറയും, അല്ലെങ്കിൽ പർച്ചേസ് കുറയും അല്ലേ? നമ്മൾ 60,000 രൂപക്ക് പർച്ചേസ് ചെയ്തു, അതുകൊണ്ടാണ് പർച്ചേസ് കൂടി. അപ്പം നമ്മൾ പർച്ചേസിന് ഡെബിറ്റ് ചെയ്തു. ഇനി 60,000-ൽ 2000 രൂപയുടെ ഗുഡ്സ് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ പർച്ചേസ് കുറയും. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് കുറയും. അപ്പോൾ പർച്ചേസ് റിട്ടേൺ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. പർച്ചേസിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു, കൂടുന്നത് കൊണ്ടാണ് ഡെബിറ്റ് ചെയ്തത്. പർച്ചേസ് റിട്ടേൺ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ടു പർച്ചേസ് റിട്ടേൺ എന്നാണ് വരിക, ടു പർച്ചേസ് റിട്ടേൺ. ഇനി നോക്കാം, നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്? അമലിൻ്റെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് അല്ലേ? അമലിന് നമ്മൾ എന്താണ്, അമലിന് 60,000 രൂപ കൊടുക്കാൻ നമ്മുടെ ലയബിലിറ്റി ആണ് അമൽ. നമ്മുടെ 60,000 രൂപ എന്താണ് ലയബിലിറ്റി ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലയബിലിറ്റി കൂടിയത് കൊണ്ടാണ് അമലിനെ ക്രെഡിറ്റ് ചെയ്തത്. ഇനി 2000 രൂപയുടെ ഗുഡ്സ് അതിൽ നിന്ന് കുറയുന്ന സമയത്ത് നമ്മുടെ ലയബിലിറ്റി 2000 രൂപ കുറയും. അപ്പോൾ അമൽ എന്ന് പറഞ്ഞ നമ്മുടെ ലയബിലിറ്റി 60,000 എന്ത് ചെയ്യും? 2000 രൂപ കുറഞ്ഞ് 58,000 രൂപയാവും. ഓക്കെ, അപ്പം നമ്മുടെ ലയബിലിറ്റി കുറയുവാണ്. അമൽ എന്ന് പറയുന്നത് നമ്മുടെ ലയബിലിറ്റി 60,000 രൂപയുള്ള ലയബിലിറ്റി കുറയുവാണ്. അപ്പോൾ ലയബിലിറ്റി കുറയുമ്പോൾ ലയബിലിറ്റിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പം എൻട്രി എന്താ വരിക? അമൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ് റിട്ടേൺ. ശ്രദ്ധിക്കുക, അമലിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തതാണ്, പർച്ചേസ് നമ്മൾ ഡെബിറ്റ് ചെയ്തു. പർച്ചേസ് കൂടുന്നതുകൊണ്ട് പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തു. അമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 60,000 രൂപ കൊടുക്കാനുള്ള ബിസിനസിൻ്റെ ലയബിലിറ്റിയാണ് അമൽ. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പർച്ചേസ് നമ്മൾ ഡെബിറ്റ് ചെയ്തതുകൊണ്ട് പർച്ചേസ് റിട്ടേൺ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് 60,000 രൂപക്ക് പർച്ചേസ് ചെയ്തു, അതിൽ നിന്ന് 2000 രൂപയുടെ ഗുഡ്സ് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് പർച്ചേസ് കുറയും ഇല്ലേ? നമ്മുടെ എക്സ്പെൻസ് കുറയും. ഓൾറെഡി എക്സ്പെൻസ് ഇപ്പോൾ കൂടിയിട്ടാണ്, 60,000 രൂപ കൂടിയിട്ടാണ് നിൽക്കുന്നത്. 2000 രൂപയുടെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 2000 രൂപ ബിസിനസ്സിലേക്ക് തന്നെ വരും അല്ലേ? അപ്പോൾ പർച്ചേസിൻ്റെ എമൗണ്ട് 58,000 ആയി മാറും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പർച്ചേസ് റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നത്. പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് ആണ്, പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ പർച്ചേസ് നമ്മൾ ഡെബിറ്റ് ചെയ്തു, പർച്ചേസ് റിട്ടേൺ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇനി ശ്രദ്ധിക്കേണ്ടത്, അമൽ എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ 60,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ലയബിലിറ്റി. അമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ ലയബിലിറ്റി ആണ്, അതുകൊണ്ട് ലയബിലിറ്റി കൂടുന്നത് കൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചത്. ഇനി ഇവിടെ എത്തുന്ന സമയത്ത് 60,000 ഉള്ള ലയബിലിറ്റി എത്രയായി കുറഞ്ഞു? 58,000 ആയിട്ട് കുറയുവാണ്, ലയബിലിറ്റി കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ അമലിന് എന്ത് ചെയ്യണം? അമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലയബിലിറ്റി കുറയുമ്പോൾ ലയബിലിറ്റീനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അമലിന് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി പർച്ചേസ് റിട്ടേൺ എമൗണ്ട് എത്രയാണ്? 2000 ആണ് എമൗണ്ട് വരാം. ഓക്കെ, എത്രയാണോ റിട്ടേൺ ചെയ്യുന്നത് അതാണ് നമ്മുടെ എമൗണ്ട് വരാം. ഇനി നാലാമത്തെ നോക്കാം, ജയൻ റിട്ടേൺ ഗുഡ്സ് വർത്ത് ₹1,500. ജയനുമായിട്ടുള്ള ട്രാൻസാക്ഷൻ നോക്കാം. ജയന് ബിസിനസ് സാധനങ്ങൾ വിറ്റിട്ടുണ്ട്, 5000 രൂപക്ക് സാധനങ്ങൾ നേരത്തെ വിറ്റിട്ടുണ്ട്. അതിൽ നിന്ന് 1500 രൂപയുടെ ഗുഡ്സ് ജയൻ ബിസിനസ്സിലേക്ക് തിരിച്ചു തരുവാണ്, ബിസിനസ്സിലേക്ക് റിട്ടേൺ ചെയ്യുവാണ്. സെയിൽസ് റിട്ടേൺ ആണ്. ബിസിനസ് ഓൾറെഡി സെയിൽ ചെയ്തതാണ് ജയൻ റിട്ടേൺ ചെയ്യാണ്, സെയിൽസ് റിട്ടേൺ ആണ്. നോക്കാം, സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, സെയിൽസിനെ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെയിൽസ് റിട്ടേൺ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി അതല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോയതാണ്, ബിസിനസ്സിലേക്ക് വരുന്ന ഇൻകം ആണ് സെയിൽസ് എന്ന് പറഞ്ഞത്. 5000 രൂപയുടെ ഇൻകം കിട്ടേണ്ടതാണ്. പക്ഷെ ജയൻ എന്ത് ചെയ്തു? 1500 രൂപയുടെ ഗുഡ്സ് ബിസിനസ്സിലേക്ക് തന്നെ തിരിച്ചു തന്നു. ഈ 1500 രൂപ നമ്മൾ ആർക്ക് കൊടുക്കണം? ജയന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ബിസിനസിന്റെ ഇൻകം അവിടെ കുറയുവാണ്. 5000 രൂപ കിട്ടേണ്ടടുത്തുനിന്നും 1500 രൂപ ജയന് തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വന്നാൽ ബിസിനസിന്റെ ഇൻകം 3500 ആയിട്ട് കുറയുവാണ്. അപ്പോൾ ബിസിനസിന്റെ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻകത്തിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇൻകം കുറയുമ്പോൾ ഇൻകത്തിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് സെയിൽസ് റിട്ടേൺ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബ്റ്റ് ടു എന്ന് പറഞ്ഞ് നോക്കാം. ജയൻ എന്ന് പറയുന്ന വ്യക്തി ബിസിനസിന്റെ ആരായിരുന്നു? ഡെപ്റ്റർ ആയിരുന്നു അല്ലെ? ബിസിനസ് അങ്ങോട്ട് സാധനങ്ങൾ വിറ്റതാണ്, ബിസിനസിന്റെ ഡെപ്റ്റർ ആണ് ജയൻ, അല്ലെങ്കിൽ ബിസിനസിന്റെ അസറ്റ് ആണ് ജയൻ. 5000 രൂപ തരാനുണ്ടായിരുന്ന ജയൻ ഇനി എത്ര തരാനുള്ളൂ? 3500 തരാനുള്ളൂ. അപ്പോൾ അസറ്റ് 5000 രൂപ തരാനുള്ളത് കൊണ്ടാണ് ജയനെ നമ്മൾ നമ്മുടെ അസറ്റ് കൂടിയതുകൊണ്ടാണ് അസറ്റിനെ ഡെബിറ്റ് ചെയ്തത്. 5000 രൂപ തരാനുള്ള ജയൻ ഇനി എത്ര തരണ്ടു? 1500 ഓൾറെഡി നമ്മൾ തിരിച്ചു കൊടുത്തു, ഇനി 3500 മാത്രമേ നമുക്ക് തരണ്ടൂ. അപ്പൊ നമ്മുടെ അസറ്റ് എന്ത് ചെയ്യണം? അവിടെ കുറയുവാണ്. ഓൾറെഡി അസറ്റ് കൂടിയത് കൊണ്ടാണ് ജയനെ നമ്മൾ നേരത്തെ ഡെബിറ്റ് ചെയ്തത്. ഇനി അസറ്റ് കുറയുന്ന സമയത്ത് ജയൻ എന്ത് ചെയ്യണം?
ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജയൻ എത്രയാണ്? 1500 എമൗണ്ട് വരാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പർച്ചേസ് നമ്മൾ ഡെബിറ്റ് ചെയ്യും, എപ്പോഴും പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ചെയ്യും. സെയിൽസ് നമ്മൾ എപ്പോഴും ക്രെഡിറ്റ് ചെയ്യും, സെയിൽസ് റിട്ടേൺ എപ്പോഴും നമ്മൾ ഡെബിറ്റ് ചെയ്യും. പിന്നെ പർച്ചേസ് റിട്ടേണിൻ്റെ കേസിൽ ആർക്കാണോ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് എന്താണ് അവരെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. സെയിൽസ് റിട്ടേണിൻ്റെ കേസിൽ ആരാണോ ബിസിനസ്സിലേക്ക് റിട്ടേൺ ചെയ്യുന്നത് അവരെന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഇത്രയാണ് റിട്ടേൺ ഓഫ് ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത്